തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ കുട്ടിയെ ഇന്ന് കേരള പോലീസിന് കൈമാറും. കുട്ടി ഇപ്പോൾ വിശാഖപട്ടണത്ത് RPFന്റെ സംരക്ഷണയിലാണ്. കുട്ടിയെ തിരികെ കൊണ്ടുവരാനായി പുറപ്പെട്ട കഴക്കൂട്ടം SIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഉച്ചയ്ക്ക് വിശാഖപട്ടണത്ത് എത്തിച്ചേരും. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കുട്ടിയെ കേരള പോലീസിന് കൈമാറി ഉടൻ തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് തീരുമാനം. അതേസമയം അസമിലേക്ക് പോയി പഠനം തുടരണമെന്നും മുത്തശ്ശനും മുത്തശ്ശിക്കും കൂടെ നിൽക്കണമെന്നും പെൺകുട്ടി ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങൾ നൽകാനായി വിശാഖപട്ടണത്ത് നിന്ന് പ്രജിത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, വിശദാംശങ്ങൾ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേരള പോലീസ് എന്നുള്ള 4 അംഗ സംഘം ഇവിടെ ആന്ധ്രാപ്രദേശിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം. കാരണം ട്രെയിൻ ഇവിടുത്തെ പ്രാദേശികമായി പറയുന്ന ആളുകൾ പറയുകയാണെങ്കിൽ 3 മണി 4 മണിയോടെ എത്തിച്ചേരാനാണ് സാധ്യത. അതിനുശേഷം ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അതായത് പ്രത്യേകിച്ച് വലിയ നടപടിക്രമങ്ങളൊന്നും പൂർത്തിയാക്കാനില്ല. കഴിഞ്ഞ ദിവസവും ഇവിടുത്തെ കേരളീയ കലാസമിതിയൊക്കെ ഇവിടുത്തെ ചൈൽഡ് വെൽഫെയർ സെൻ്ററുമായി സംസാരിച്ചിരുന്നു. ആ സംസാരിച്ചതിന് ശേഷം അവർ നൽകിയ മറുപടി എന്ന് പറഞ്ഞാൽ കാര്യമായ പ്രോസസ്സുകളില്ല. അവിടെ നിന്നുള്ള അപേക്ഷ ലഭിച്ചാലുടൻ കുട്ടിയെ കൈമാറാൻ അവർ തയ്യാറാണ്. അപ്പോൾ പോലീസിന് വളരെ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കുട്ടിയെ കൈപ്പറ്റാൻ കഴിയും. പക്ഷേ അതിനുശേഷം എങ്ങനെയാണ് കുട്ടിയുമായി പോകുന്നത് എന്നുള്ള കാര്യത്തിൽ പോലീസ് ഇപ്പോഴും ഒരു അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. ഒരു പക്ഷേ ഇങ്ങോട്ട് പോലീസ് സംഘം വന്നതുപോലെ ട്രെയിനിൽ തന്നെ മടങ്ങിയേക്കാം. അതല്ലെങ്കിൽ പ്രത്യേക സാഹചര്യം പരിഗണിച്ച ഒരു ഫ്ലൈറ്റിൽ തന്നെ, അതായത് തിരിച്ച് വിമാനത്തിൽ തന്നെ കുട്ടിയുമായി കേരളത്തിലേക്ക് പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഏതാണ് ഏറ്റവും ഫീസിബിൾ ആകുന്ന സാഹചര്യം എന്നുള്ളത് പരിഗണിച്ചാണ് പോലീസ് തീരുമാനമെടുക്കുക. കാരണം പ്രത്യേകിച്ച് കുട്ടി സുരക്ഷിതയാണ്, നിലവിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ഏറ്റവും സുരക്ഷിതമായി നിൽക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കുട്ടിയുള്ളത്. അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ചുള്ളൊരു നടപടികളൊന്നും വേണ്ട എന്നുള്ളതാണ് പോലീസിൻ്റെയും തീരുമാനം. പക്ഷേ സാഹചര്യം പരിഗണിച്ച് മാത്രമായിരിക്കും ഇന്ന് വൈകുന്നേരത്തോടെ തീരുമാനമെടുക്കുക. ഒരു പക്ഷേ കുട്ടിയുമായി ഇന്ന് തന്നെ ലഭ്യമാകുന്ന വിമാനത്തിലോ ട്രെയിനിലോ കുട്ടിയുമായി തിരിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ല എങ്കിൽ ഒരു പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന പ്രാഥമിക വിവരം മാത്രമാണ്. കഴിഞ്ഞ ദിവസം പോലീസ് ഇവിടുത്തെ കേരള കലാസമിതിയുമായൊക്കെ സംസാരിച്ചിരുന്നത് കുട്ടിയെ കണ്ടെത്തിയ ആ മലയാളി സംഘവുമായി സംസാരിച്ചിരുന്നു. അവരും ഒരു ഓഫർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഇന്ന് കുട്ടിയെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കുട്ടിയുമായി തിരിച്ച് കേരള പോലീസിന് പോകാൻ കഴിയുകയില്ലെങ്കിൽ കുട്ടിക്കും പോലീസുകാർക്കും തങ്ങാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും അവർ ഒരുക്കി നൽകാമെന്ന് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ എത്തിയ ശേഷമായിരിക്കും ഇന്നൊരു തീരുമാനമെടുക്കുക. നമ്മളിപ്പോഴുള്ളത് ഈ പെൺകുട്ടിയുള്ള ഈ ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണത്തെ ആ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നിലാണ്. കേരളത്തിലെ പോലെ തന്നെ ചില ഷെൽട്ടർ ഹോമുകൾ പോലെയുള്ള ഒരു സംവിധാനമാണിത്. കുട്ടികളെയും മിസ്സിംഗ് ആവുന്ന കുട്ടികളെയും പുനരധിവാസമൊക്കെ ആവശ്യമുള്ള ആളുകളെയും ഒക്കെ താമസിപ്പിക്കുന്ന പെൺകുട്ടികളെയും ഒക്കെ താമസിപ്പിക്കുന്ന ഒരു സെൻ്ററാണ്. 37 മണിക്കൂറിന് ശേഷം നമ്മൾ കണ്ടെത്തിയ പെൺകുട്ടി ഇപ്പോഴും ഇവിടെ സുരക്ഷിതയായി തുടരുന്നുണ്ട്. കേരള പോലീസ് ഉച്ചയ്ക്ക് ശേഷം എത്തും. എന്തായാലും കുട്ടിയുടെ ഭാവി കാര്യങ്ങൾ സംബന്ധിച്ച് നിർണായകമായ തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ച് നാട്ടിലേക്ക് പോകണം, മുത്തശ്ശിക്കൊപ്പം പോകണം, തുടർന്ന് പഠിക്കണം, വീട്ടിൽ പോകാൻ താല്പര്യമില്ല എന്നുള്ള നിലപാടുകളൊക്കെ കുട്ടി പറഞ്ഞ സ്ഥിതിക്ക് പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടിയുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയ ശേഷം ഏതെങ്കിലും തരത്തിൽ രക്ഷിതാക്കളിൽ നിന്ന് വലിയ രീതിയിലുള്ള മർദ്ദനമേൽക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിക്കും. അതിനുശേഷമായിരിക്കും കുട്ടിയെ കൈമാറുന്നതിനെ പറ്റിയുള്ളൊരു തീരുമാനമെടുക്കുക. ഒരുപക്ഷെ കുട്ടി താല്പര്യപ്രകാരം കുട്ടിയുടെ മുത്തശ്ശി മറ്റുള്ള ആരെങ്കിലുമൊക്കെ വിളിച്ചു വരുത്തി അങ്ങോട്ടേക്ക് കൈമാറാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ കൗൺസിലിംഗ് നൽകിയ ശേഷം മാതാപിതാക്കൾക്കൊപ്പം വിടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വിശദമായ പരിശോധന ആവശ്യമുണ്ട്. കുട്ടിയുടെ ആദ്യ പ്രതികരണമൊക്കെ ഈ രീതിയിലായ സാഹചര്യത്തിൽ അത് മാതാപിതാക്കൾക്ക് സ്വല്പം മാതാവിനൊക്കെ അല്പം എതിരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും തല്ലിയതിൻ്റെയും ശകാരിച്ചതിൻ്റെയും വേദനയിലും അല്ലെങ്കിൽ ദേഷ്യത്തിലും പിണങ്ങി നിൽക്കുന്ന സ്വഭാവത്തിലുമൊക്കെ ആയിരിക്കാം കുട്ടി ആ രീതിയിൽ പറഞ്ഞത് എന്നുള്ളതാണ് പോലീസ് ഒരു തരത്തിൽ കാണുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ കുട്ടിയിൽ നിന്ന് നേരിട്ട് ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അത്തരം നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുക. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം കേരള പോലീസ് ഇവിടെ എത്തും. കുട്ടിയെ അതിനുശേഷം അവർ ഹാൻഡ് ഓവർ ചെയ്യും. നാളത്തേക്ക് മാറ്റിവെക്കാനുള്ള ഈ ചൈൽഡ് വെൽഫെയർ സെൻ്ററുമായിട്ടുള്ള തന്നെ നിർത്താനുള്ളൊരു സാധ്യത ഇപ്പോൾ കാണുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം അവരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ അവർക്ക് ഇന്ന് തന്നെ ഈ കുട്ടിയെ കൈമാറാനുള്ള ഒരു തീരുമാനത്തിലാണ് അവർ ഉള്ളത്. അത് എത്രയും പെട്ടെന്ന് കുട്ടിയെ കൈമാറുന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ കേരള പോലീസ് തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് നിലവിൽ ഈ വിശാഖപട്ടണത്തെ ഈ ചൈൽഡ് വെൽഫെയർ സെൻ്ററിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഇന്നത്തെ യാത്രാ സൗകര്യങ്ങളും സാധ്യതകളും പരിഗണിച്ച് കുട്ടി ഇവിടെ തന്നെ നിന്നാൽ മതി എന്നുള്ളൊരു തീരുമാനം കേരള പോലീസ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ തുടരാനുള്ള സാധ്യതയുമുണ്ട്.